ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബ്ലീച്ച്, ടാൻ റിമൂവൽ, ഫേഷ്യൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന 2-3 സാധനങ്ങൾ വെച്ചിട്ട് ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫേഷ്യലാണെന്ന് ചെയ്യുന്നത്. 3 സ്റ്റെപ്പുള്ളൂ. എല്ലാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഒന്നിനും നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യലാണ്. അപ്പോൾ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ മുഖം നന്നായിട്ട് ചുളുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. മക്കളുടെ ഇപ്പോൾ ബേബി മസാജ് ഓയിലൊക്കെ ഒരുപാട് കിട്ടിയതുകൊണ്ട് ഇത് ഞാൻ അവർക്ക് യൂസ് ചെയ്യുന്നിട്ടില്ല കേട്ടോ, ഹിമാലയുടേത്. അപ്പോൾ ഞാനതെൻ്റെ ഫേസിൽ, എൻ്റെ കാലിലൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 5-6 ഡ്രോപ്സ് ഞാൻ ആദ്യം എടുത്തിട്ട് ഫേസിൽ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ ഒന്ന് ചൂടാക്കിയിട്ട് ഫേസിൽ മസാജ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ 2-3 ടെക്നിക്സിൽ ഞാൻ കാണിച്ചു തരാം. അതായത് ഫേസ് ഒന്ന് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് എണ്ണ എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ കുളുക്കനെ തേച്ചിട്ട് പോകുന്നതല്ല. കുറച്ച് ഒരു 6 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ അപ്വേർഡ് ഡയറക്ഷൻ, താഴ്ന്ന് മേലേക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫേസിന് ടൈറ്റ്നെസ് വരിക. അപ്പോൾ എനിക്കിപ്പോൾ 30 ഏജ് ആയിട്ടുണ്ട്. അപ്പോൾ 30 ഏജ് ഓൺവേർഡ്സ് നമ്മൾ നന്നായിട്ട് ഫേസ് ടൈറ്റ് ആവുന്ന രീതിയിൽ മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. കടലപ്പൊടി ഒന്നും എടുക്കണ്ട, കാരണം എണ്ണമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് വാഷ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളത് യൂസ് ചെയ്താൽ മതി. നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമത്, ഇനിയിപ്പോൾ ഓയിൽ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാ മിൽക്ക് വെച്ചിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രബിങ് കം ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ്. കടലപ്പൊടി നിങ്ങളെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടിച്ചിട്ട് എടുത്താലും മതി. കടലപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്ലെൻസറാണ്. നമ്മളെ ഫേസിന് ഇൻസ്റ്റൻ്റായിട്ട് ടാൻ റിമൂവ് ചെയ്യാനും കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും വേണ്ടി സഹായിക്കും. അതിലേക്ക് ഞാൻ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്, മിക്സ് ചെയ്യാൻ എത്രയാണോ ആവശ്യം അത്രയും തൈരാണ്. പാക്കറ്റ് തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വിൻ്ററിലുള്ള ഒരു സ്കിൻ പോളിഷിംഗ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഏത് വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് വയസ്സ് മുതലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. കാരണം ഒരുപാട് സ്കിന്നിലിട്ട് റബ്ബ് ചെയ്യുന്നില്ല. ഇതൊക്കെ നൈസ് പൊടിയാണ് കേട്ടോ. നമ്മളെ ഈ കടലപ്പൊടിയിലും കാര്യമായിട്ട് ഗ്രാനുവൽസ് ഒന്നുമില്ല. അതുകൊണ്ട് ഫേസിൽ നമുക്ക് പതുക്കെ ഒരു മസാജ് കൊടുത്തു വെച്ചിട്ട് ഫേസിൽ പോറലും കാര്യങ്ങളൊന്നും വീഴുന്നില്ല. നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ഭാഗം ചെറുനാരങ്ങയുടെ നീരാണ്. 1 ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും, പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചെറുനാരങ്ങ നീര് നല്ലൊരു എന്താ പറയുക, ക്ലെൻസിങ് ഏജൻറ്റാണ്. ടാനൊക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ്. പക്ഷേ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഫുൾ ബോഡി അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ബോഡിയിലുള്ള ഈ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ഒരു 5 മിനിറ്റോളം പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടി കൊടുത്താണ് കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം അതങ്ങനെ വെക്കുക ഒരു 5 മിനിറ്റ്. നമ്മളിത് ഒരു തവണ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ മന്ത്ലി ഒരു തവണ അല്ലെങ്കിൽ വീക്ക്ലി ഒരു തവണയൊക്കെ ആയിട്ട് ചെയ്താൽ മാത്രം മതി. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ നേരം കൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫെയർനെസ് സ്കിന്നിൽ കാണാൻ പറ്റും. നല്ല നിറം വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കണ്ണാടിയിൽ ഫേസ് വാഷ് ചെയ്തിട്ട് ആരുടെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നിറം വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടും പറയുന്ന ഒരു പാക്കാണ്. പറയുമ്പോൾ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങേണ്ട സാധനങ്ങളല്ല. ഇപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ലെയറും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ലെയറും കൂടെ ഈ ഒരു പാക്ക് ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ നെറ്റിയുടെ അവിടെ, കവിളിൻ്റെ ആ മേൽഭാഗത്തൊക്കെ നല്ല വലിച്ചിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്യാതെ കുറച്ച് വെള്ളം കയ്യിലിങ്ങനെ എടുത്തതിന് ശേഷം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. റബ്ബ് ചെയ്ത് ഫേസിലുള്ള കംപ്ലീറ്റ് പാക്ക് റിമൂവ് ആവുന്ന രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. മൂക്കിൻ്റെ മേലെ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. അതുകൊണ്ടാണ് ഇതൊരു കംപ്ലീറ്റ് ഫേഷ്യലാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് റബ്ബ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പതുക്കെ തന്നെ റബ്ബ് ചെയ്യാൻ നോക്കുക, പോറൽ വീഴരുത്. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഏജ്ഡ് ആവും. ഇപ്പോൾ എന്താ ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ആക്കുമ്പോൾ നോക്കൂ, നല്ല സ്കിന്നിന് ഗ്ലോയിങ് വന്നിട്ടുണ്ട്. ഇത് നാച്ചുറൽ ലൈറ്റിലാട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. നല്ല തിളക്കം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനാണ് നമ്മൾ ഈ ഗ്ലാസ് സ്കിൻ എന്ന് പറയും. അതായത് ഗ്ലാസ്സിലേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ഗ്ലോയിങ് ഉണ്ടല്ലോ, ആ റിഫ്ലക്ഷൻ, അതുപോലെ ഇരിക്കും നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ ദേ ഇനി ഞാൻ കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ പാക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടർമറിക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ഒരു കുറച്ച്, ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. പലർക്കും ചിലപ്പോൾ ടർമറിക് പറ്റുന്നില്ല. ഇത്
ഇതിപ്പോൾ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു ക്രീം ബേസ് ആവുന്ന രീതിയിലുള്ളൊരു പാക്കും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 1 സ്പൂണ് തേനാണ് കേട്ടോ. തേന് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വയ്ക്കും. പിന്നെ മുടിയിലൊന്നും ആവരുത് എന്നൊക്കെ പറയും, അത് ശരിയാണ്. നമ്മുടെ ഹെയറിന് തേന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നമാണ്. എന്നാൽ ഇത് നമ്മൾ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്ത് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇത് പറഞ്ഞൊരു വാട്ടറി പോലത്തെ കൺസിസ്റ്റൻസി ഉള്ള പാക്കാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെക്കുക. കുളിക്കുന്നതിൻ്റെ മുന്നൊക്കെ ആയിട്ട് ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കുളി കഴിഞ്ഞ് അത് മാഞ്ഞു പോകത്തൊന്നുമില്ല, അങ്ങനെ നമ്മളെ ഫേസിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ നിങ്ങൾക്ക് എത്രയാണോ കൺവീനിയൻസ് അത്രയും സമയം വയ്ക്കുക. ഞാനൊരു 20 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. ഈ പാക്ക് നന്നായിട്ട് ഫേസിൽ പിടിച്ചിട്ട് ഒരു കാണാത്ത രീതിയിലാവും, നമ്മളെ ഫേസിൽ ഈ സാധനം ഉണ്ടോയെന്ന് പോലും കാണാത്ത രീതിയിൽ നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു ലെവലിൽ വരണം. അതിന് ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യാം. ഇതിനിടയിൽ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യണമെങ്കിലൊക്കെ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രബിങ് കഴിഞ്ഞിട്ട് സ്റ്റീം ചെയ്യാവുന്നതാണ്. അതൊക്കെ കുറച്ചും കൂടി ഇരട്ടിപ്പണി ആയതുകൊണ്ട് ഞാൻ അതിനൊന്നും പോയിട്ടില്ല. നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത്. പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ലാഗിങ് ആണ്, ഞാൻ പറഞ്ഞ് നീട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2x സ്പീഡിൽ കാണാം. എന്താ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ പോലും കമൻസിൽ കാണാൻ പറ്റും ഇതെന്താ അങ്ങനെ. ഇത് കംപ്ലീറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീഡിയോയിൽ എക്സ്ട്രാ കമൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറഞ്ഞത്. നെക്സ്റ്റ് ഫേസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിൻ്റർ സീസണിൽ മസ്റ്റാണ് നമ്മൾ എന്തെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതേപോലെ തന്നെ സൺസ്ക്രീനും. ഇപ്പോൾ അത് ഞാൻ വൈകുന്നേരം ചെയ്യുന്നതുകൊണ്ട് ഞാൻ സൺസ്ക്രീനൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അത് ഞാനൊരു ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് റൗണ്ട് ലാബിൻ്റെ ഒരു ടോണറാണ് കേട്ടോ, ഒരു കൊറിയൻ ബേസ്ഡ് സാധനമാണ്. പിന്നെ ന്യൂട്രിജീനയുടെ മോയ്സ്ചറൈസറും കൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ലിപ് ബാം. ഇപ്പോൾ സ്കിന്ന് നന്നായിട്ട് പൊട്ടുന്ന, കാലൊക്കെ വിണ്ട് കീറുന്ന ഒരു ടൈമാണ്. അപ്പോൾ മസ്റ്റായിട്ടും ബോഡി ലോഷനൊക്കെ ഇട്ടിട്ട് ഇരിക്കുക. നല്ലെണ്ണയൊക്കെ മേലൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. സ്കിന്നിൻ്റെ വലിച്ചിലും പൊട്ടലൊക്കെ ഒന്ന് മാറി കിട്ടും. അതേപോലെ വാസ്ലിൻ, ഈ സമയത്ത് മസ്റ്റായിട്ടുള്ള സാധനമാണ് വാസ്ലിൻ. കാല് പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ വാസ്ലിനിൽ ചെറുനാരങ്ങ നീര് അപ്ലൈ ചെയ്തിട്ട് കാലിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. സോക്സ് ഇട്ട് കിടക്കുക. രാവിലെ ആകുമ്പോഴേക്കും അത്യാവശ്യം റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി. നമ്മുടെ ഫേഷ്യലും ബ്ലീച്ചും ടാൻ റിമൂവലും കംപ്ലീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ടും കാണാൻ വേണ്ടി പറ്റും. ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഇല്ല, കാരണം എല്ലാം നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്നാൽ പോലും വല്ലതും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പാച്ച് ടെസ്റ്റ് നടത്തണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ബൈ.